വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എൻജോയ്. അഖിലിന്റെ നമ്പറിൽ നിന്ന് വന്നെടുക്കുന്ന മെസ്സേജ് കണ്ട് അവന്റെ മുഖം ചുളിച്ചു. അതിനർത്ഥം അവനെല്ലാം അറിയാമെന്നല്ലേ? താനിപ്പം മിത്രയുടെ കൂടെ ഈ ഹോട്ടലാണെന്നുള്ളത് അവനറിയാമെന്നാണോ? എന്താ ഉദ്ദേശിച്ച്? അങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് അവന്റെ നമ്പറിൽ സെൻഡ് ചെയ്യുമ്പോൾ താൻ ഉദ്ദേശിച്ചൊന്ന് ആവൃത്തി അവന്റെ മനസ്സിലെന്നായിരുന്നു വിശ്വ ആഗ്രഹിച്ചു. ഇന്നത്തെ ഈ യാത്ര അവളോടൊപ്പം പങ്കിട്ട ഈ നല്ല നിമിഷങ്ങൾ ഇത് തന്നെ സ്വകാര്യ സന്തോഷമായിരിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. നീ ഉദ്ദേശിച്ച തന്നെ. അഖിലിന്റെ മറുപടിക്കൊപ്പം ചിരിക്കുന്ന ഒരു സ്മൈലി കൂടി വന്നു. അവളുടെ വിശ്വ കണ്ണടച്ചുകൊണ്ട് ശ്വാസം പിടിച്ചിരുന്നു. ഹൃദയം താളം തെറ്റി മിടിച്ചു തുടങ്ങി. ആ ടീച്ചർക്ക് പറ്റിയ അപകടം മനഃപൂർവ്വമാണ് വിശ്വ. അങ്ങനെ സംഭവിച്ചാൽ മിത്രയുടെ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും ഈ യാത്രക്ക് നിന്നെ വിളിക്കുന്ന എനിക്കറിയായിരുന്നു. അഖിൽ തുറന്നു പറയുമ്പോൾ മാത്രമായിരുന്നു അങ്ങനെയൊരു സാധ്യതയെക്കുറിച്ച് അവന് ഓർത്ത് തന്നെ. അപ്പൊ ഈ തുവന്റെ പ്ലാൻ തന്നെയാ. എൻജോയ് വിശ്വ. ഒരു വട്ടം കൂടി ആ പറഞ്ഞിട്ട് അഖിൽ പിന്നെ ഓഫ്ലൈനായി. വിശ്വ ഫോൺ തിരികെ പോക്കറ്റിൽ തന്നെ ഇട്ട് തലയിൽ കൈതായി കുനിഞ്ഞിരുന്നു. അഖിലിന്റെ വഷളം ചിരി അവനെ വട്ടമിട്ട് പറന്നു. അത്രയും അരികെ നിന്നുകൊണ്ട് അഖിലും അവന്റെ ടീമും തന്നെയും ഇത്രയും വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അവന് വ്യക്തമായി. അത് അവന്റെ അതുവരെയുള്ള സന്തോഷങ്ങളെയും സമാധാനത്തെയും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞു. വിശ്വ. ബാത്റൂമിന്റെ വാതിൽ പാതി തുറന്നുകൊണ്ട് മിത്ര വിളിക്കുമ്പോഴാണ് പിന്നെ അവൻ ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നോക്കുന്നത്. ഈ ജീൻസ് കയറുന്നില്ലടാ, ടൈറ്റാ. ആളുടെ മുഖം ചുളിഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞ സൈസ് തന്നെയാണല്ലോ. അവൻ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഇട്ടിരുന്ന് ഇനി തിരികിടാൻ പറ്റാത്തതൊന്നും വെള്ളത്തിലാണ് കിടക്കുന്നത്. എനിക്കറിയില്ല. അതുവരെയും അതുമായി മല്ലി പിടിച്ചതിന്റെ ചടപ്പോടെ മിത്ര പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല. നനഞ്ഞു പോയതുകൊണ്ടാണ്. ഇനി നീ ഒന്ന് നന്നായി തോർത്തിയിട്ട് ഇട്ട് നോക്ക്. വീട്ടിൽ നിന്ന് ഇവരെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. അവൻ പറയുമ്പോൾ മിത്ര തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. വല്ല ഫ്രോക്ക് എടുത്താൽ മതിയായിരുന്നു. അവൾ അകത്ത് നിന്നും വിളിച്ചു പറയുന്നുണ്ട്. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അത് നടക്കില്ലെന്ന് തോന്നിയതും ടോപ്പിന് മുകളിൽ തോർത്തെടുത്തുകൊണ്ട് അവൾ ജീൻസുമായി പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ടതും വിശ്വാസം പിടിച്ചു പോയി. അതിൻ്റെ ഉള്ളിൽ നിന്ന് പറ്റുന്നില്ല. ആ നോട്ടം കണ്ടത് അവൾക്കൊരു വല്ലായ്മയുണ്ട്. ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് അത് ഇടാൻ ശ്രമിക്കുന്നവളെ നോക്കുമ്പോൾ തന്റെ ഹൃദയമിടിപ്പേറുന്ന അവൻ അറിയുന്നുണ്ട്. സ്വയം അറിയാതെ അവന്റെ കണ്ണുകൾ അവളിൽ വേണ്ടാത്തിടത്തൊക്കെ പതിഞ്ഞു പോകുന്നു. ഹൃദയം മറ്റു പലതും കൊതിക്കുന്നു. ആകെ ഒരു വെടക്ക് ചിന്ത മാത്രം. പ്രണയിക്കുന്ന രണ്ടുപേർ അവിചാരിതമായി തനിച്ചായി പോകുന്ന ഒരു സന്ദർഭം. അപ്പോൾ അവരിൽ ഉടലെടുക്കുന്ന ആഗ്രഹങ്ങൾ തന്നെയാണപ്പോൾ അവർക്ക് രണ്ടുപേർക്കും. മിത്ര അവനെ നോക്കാതെ മുഖം കുനിച്ചിരുന്നു. വല്ലാത്തൊരു നോട്ടത്തോടെ തനിക്കരികിലേക്ക് വരുന്നവൻ. മിത്രക്ക് അവനെ തള്ളി മാറ്റണമെന്നുണ്ട്. പക്ഷേ നോട്ടം കൊണ്ട് അവൻ കെട്ടിയിട്ട് കഴിഞ്ഞു. മിത്ര വിളിക്കുമ്പോൾ അവന്റെ കിതപ്പ്, മിത്രയുടെ നെഞ്ചിരിപ്പ് വല്ലാതെ ഉയർന്നുപോയി. ആനാളുടെ മുഖം വിരൽ കൊണ്ട് ഉയർത്തി. പിടയുന്ന കണ്ണുകൾ, അപ്പോഴും വിറമാറിയിട്ടില്ലാത്ത ചുണ്ടുകൾ. അവനിലെ കൊതി കൂടി. പതിയെ കൈ പിടിച്ചുകൊണ്ട് അവനോട് ചേർക്കുന്ന നിമിഷം അവനിലെ അതേ ചിന്തകൾ അവളിലേക്കും പടർന്നു കയറി. മറ്റെല്ലാം മറന്നിട്ട് പരസ്പരം അവരെ മാത്രം കണ്ടു. പരസ്പരം സ്നേഹിക്കാനും ആ സ്നേഹം പകർന്നെടുക്കാനും മാത്രം ഹൃദയം കൊതിച്ചു. ഒരു ചുംബനം കൊണ്ട് അവൻ തുടങ്ങി വെച്ചു. അതിൽ നിർത്തണമെന്ന് അവനും അതിൽ നിർത്തുമെന്ന് അവളും കരുതി. പക്ഷേ രണ്ടും ഉണ്ടായില്ല. ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് അല്പം എണ്ണ കൂടി പകർന്ന പോലെയായി ആ ചുംബനത്തിന്റെ ലഹരി. എതിർക്കാൻ കഴിയാത്ത വിധം അവൾ അതിൽ തന്നെ അടിമപ്പെട്ടു പോയി. അവനും വന്യമായും മൃദുവായും വീണ്ടും വീണ്ടും ചുംബനങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ പുതുവഴിയിലേക്ക് അവർ നടന്നു കയറി. ഫാനിന്റെ നേർത്ത സ്വരം മാത്രം നിറഞ്ഞേൽക്കുന്ന ആ മുറിയിൽ രണ്ടാളും തനിച്ചാണെന്നുള്ള ഓർമ്മ വികാരങ്ങളെ ചൂടുപിടിപ്പിച്ചു. നോട്ടവും സ്പർശവും എന്തിന് ശ്വാസം പോലെ ആവേശം നിറച്ചുകൊണ്ടേയിരുന്നു. വിഷയ അവളിൽ കുറച്ചുകൂടി മുന്നേറി തുടങ്ങി. അവൾ തടയുമെന്ന് അവനും അവനായിട്ട് അവസാനിപ്പിക്കുമെന്ന് അവളും കരുതി. അതും ഉണ്ടായില്ല. വിവേകം പാടെ നശിപ്പിച്ചുകൊണ്ട് ആ വികാരം അവരെ നിയന്ത്രിച്ച നിമിഷങ്ങളായിരുന്നു. പിന്നെ അങ്ങോട്ട് ആദ്യമായിട്ട് അറിയുന്ന പുതിയ അനുഭവങ്ങളുടെ ആവേശത്തിലാണ് രണ്ടുപേരും. എങ്കിലും അവൾ അല്പം പോലും വേദനിപ്പിക്കാതിരിക്കാൻ അവനാവതും ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഇതാണ് നിങ്ങൾ ചോദിച്ച വിഷയുടെ വീട്, ഞങ്ങളുടെ വിഷയുടെ വീട്. തനിക്കൊപ്പം വന്നവൻ വിരൽ നീട്ടിയ വീട് നേരെ നോക്കുമ്പോൾ ഡെനീസിന്റെ കണ്ണുകൾ വീണ്ടും ചുരുങ്ങി ചെറുതായി പോയി. ഇങ്ങനെയൊക്കെ ചെറിയൊരു മുൻധാരണകളോടുകൂടി തന്നെയാണ് വന്നത്. പക്ഷേ ഇപ്പോ മുന്നിൽ അത് കരുതിയതിനേക്കാൾ ദയനീയമായി ഉയർന്നു നിൽക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട് അയാൾക്ക്. ചന്തമുക്ക് കോളനിയിൽ വന്നിറങ്ങുമ്പോൾ തന്നെ കടുത്തുപോയ ആ മുഖം അപ്പോൾ ഒന്നുകൂടി വികൃതമായി. വിഷയെക്കുറിച്ച് അത്രത്തോളം സ്നേഹത്തോടെ പറഞ്ഞ, അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ സ്വന്തം മകളെ ഓർത്തുകൊണ്ട് ആ ഹൃദയത്തിൽ ദേഷ്യം നിറഞ്ഞു. ഒപ്പം ഒരു വെപ്രാളവും. ഇത്രയും നാളും തെറ്റായ ഒരു തീരുമാനം പോലും എടുക്കാതിരുന്നവൾ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോൾ എടുത്ത തീരുമാനം അത് അങ്ങേയറ്റം ദയനീയമായി പരാജയപ്പെട്ടു പോയല്ലോ എന്നായിരുന്നു അയാളുടെ മനസ്സിലപ്പോൾ. അബിയും ടീനയുമെല്ലാം അവനെ കുറിച്ച് പറഞ്ഞത്ര ശരിയാണ്. അവന്റെ ഉദ്ദേശം മിത്രയിലൂടെ തന്റെ സ്വത്തുക്കൾ തന്നെ. പെട്ടെന്ന് കാശുകാരനാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ച ഒരു എളുപ്പവഴി മാത്രമാണ് അവൾ.
കാര്യങ്ങളെല്ലാം അതിന്റെ വിവേകത്തോടെയും പക്വതയുടെയും വിലയിരുത്തി കാണുന്ന തന്റെ മകളെങ്ങനെ അവന്റെ വലയിൽ പെട്ടുപോയി എന്നായിരുന്നു അയാളുടെ ഏറ്റവും വലിയൊരു അതിശയം. സർ, ഫോൺ ബില്ലിടിക്കുന്നു. കാറിൽ തന്നെ ചാരി ആ വീടിന് നേരെ നോക്കി നിൽക്കുന്ന ഡെന്നീസിനോട് ഡ്രൈവർ പറഞ്ഞപ്പോഴാണ് അയാൾ അത് അറിഞ്ഞ പോലും. അബിയാണ് വിളിക്കുന്നത്. താൻ ഇന്ന് ഇങ്ങോട്ട് പോന്നേക്കുമെന്ന് അവനൊരു സൂചന കൊടുത്തിരുന്നു. കൂടെ പോരാമെന്ന് അവന് ആവത് പറഞ്ഞാണ്. അത് താൻ തന്നെയാണ് സമ്മതിച്ച് കൊടുക്കാഞ്ഞതും. അതിപ്പോ എന്തുകൊണ്ട് നന്നായി എന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ തന്റെ മകൾ വന്ന് വീണ കുഴിയുടെ ആഴവും ദയനീയതയും ഇനി ആരും അറിയേണ്ടെന്നും യാതൊരു പഴുതുമില്ലാതെ അവിടെ നിന്ന് വലിച്ചേറ്റി രക്ഷപ്പെടുത്തിയെടുക്കണമെന്നും അയാളിലെ അച്ഛന്റെ മനസ്സ് വീണ്ടും ഓർമ്മപ്പെടുത്തി. പറാബി, അങ്ങൾ അവിടെ എത്തിയോ? എത്തിയടാ. അവന്റെ ശബ്ദത്തിൽ ആകാംക്ഷയും ധൃതിയും ഡെന്നീസിന് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും അത് അയാൾ അറിഞ്ഞ പോലെ ഭാവിച്ചില്ല. അവിടെ എന്താ അവസ്ഥ? ഞാനിപ്പോ ഇവിടെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ നിന്നെ വിളിക്കാബി. അത്രയും പറഞ്ഞിട്ട് അവനൊന്നും തിരിച്ചു പറയാനുള്ള അവസരം പോലും കൊടുക്കാതെ അയാൾ കോള് കട്ട് ചെയ്തു. അപ്പോഴേക്ക് അവരുടെ അടുത്തേക്ക് അത്ഭുതവും അമ്പരപ്പും നിറഞ്ഞു നിൽക്കുന്ന കണ്ണോടെ കുറച്ച് പേര് വന്നിരുന്നു. കോട്ടും സ്യൂട്ടും ഇട്ട ഡെന്നീസിനെയും അയാൾ വന്നിറങ്ങിയ വില കൂടിയ കാറും അവരുടെ ഗെറ്റപ്പുമെല്ലാം നോക്കിക്കൊണ്ടുള്ള ആ നിൽപ്പ്. ഡെന്നീസിന് അവരോട് സഹതാപം തോന്നി ആ കണ്ണുകളിലെ ഭാവം കണ്ടപ്പോൾ. പക്ഷെ പെട്ടെന്ന് അയാൾക്ക് വിഷയം ഓർമ്മ വന്നു. അതോടെ ആ സഹതാപം മാറി വീണ്ടും ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു. വിഷയം എങ്ങനെ അറിയാം? കൂട്ടത്തിൽ ഏതൊരാൾ വന്നിട്ട് ഡെന്നീസിനോട് ചോദിച്ചു. അറിയാം, കടുപ്പത്തിൽ അത്രയും മാത്രം പറഞ്ഞു. അവനിപ്പോ പുറത്തെവിടെയാണ്? അവിടെ ജോലി നന്നാൾ വന്നപ്പോ പറഞ്ഞു. ഡെന്നീസ് മറുപടി പറയുന്നുണ്ട് കണ്ടതും അവർ വീണ്ടും ആവേശത്തിലായി. കുറച്ചുകൂടി അയാളുടെ അരികിലേക്ക് ചെന്നു. ആ കോളനിക്ക് പറ്റിയ രൂപവും കോലവും നിറഞ്ഞ ആളുകൾ. ഡെന്നീസിന്റെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു. അവന്റെ ജോലി സ്ഥലത്ത് മുതലാളിയാണോ നിങ്ങള്? അതെ. ഡെന്നീസ് അവരിൽ നിന്ന് മുഖം തിരിച്ചു. ജോലി, അവന്റെ ജോലി. തന്റെ മകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് അവളുടെ മനസ്സിലേക്ക് കയറി കൂടി അതുവഴി എന്റെ സ്വത്തുവകൾ കൂടി സ്വന്തമാക്കാനുള്ള അവനെ നെറികെട്ട ചതിയാണോ ഇവർ ജോലി എന്ന് പറയുന്നത്? ഡെന്നീസിന് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി. അവനോട് തോന്നുന്ന അത്രയും തന്നെ. കാരണം അവന്റെ ആളുകളാണല്ലോ. അവനെ കുറിച്ച് അറിയാൻ അടുത്തുകൂടിയാണ്. അവന്റെ ജോലി എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അവൻ? എന്നാരോട് തിരിച്ചു ചോദിക്കുമ്പോൾ മനസ്സിലെ ദേഷ്യവും പുച്ഛമെല്ലാം അയാളുടെ വാക്കുകൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ മുന്നിൽ നിൽക്കുന്നവർക്ക് അത് തേടി കണ്ടുപിടിക്കാനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ലെന്നുള്ളത് അപ്പോഴേ അയാൾക്കും മനസ്സിലായില്ല. അതൊന്നും അവൻ പറഞ്ഞില്ല സാറേ. എന്തായാലും അവൻ പറയും എന്തെങ്കിലും. എന്തോ വലിയ ജോലിയാണെന്ന് തോന്നുന്നു. ഇല്ലേലും അവൻ ഇവിടെ വിട്ടിട്ട് പോവില്ല. ഇവിടെ അവൻ അത്രയ്ക്ക് ഇഷ്ടമാ. നിഷ്കളങ്കതയോടെ അയാളുടെ ചോദ്യത്തിലെ ഉദ്ദേശം അറിയാതെ അവർ പറഞ്ഞു. വലിയ ജോലി തന്നെയാവില്ലേ സാറേ? ഡെന്നീസ് ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവരൊന്നും കൂടി ഉറപ്പിന് വേണ്ടി ചോദിച്ചു. പിന്നെ വലിയൊരു ജോലി തന്നെയാ. കൂലി അത്ര തന്നെ വലുതായിരിക്കും. എല്ലാം കൂടി അവന് താങ്ങാൻ പറ്റാവുന്നതിലും വലുത്. ഉള്ളിൽ പകയൊളിപ്പിച്ച് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതിന്റെ പൊരുളറിയാതെ വിശ്വ നല്ലപോലെയാണെന്നും അവൻ രക്ഷപ്പെട്ടുവെന്നും അവന്റെ പാവാളുകൾ സന്തോഷിച്ചു. സാറിപ്പിന്നില്ല പിന്നെ വന്ന് അവനവിടെ വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഏതോ ഒരാളുടെ ആശങ്ക. കൂട്ടത്തിൽ ആ ചോദ്യം ചോദിക്കണ്ടായിരുന്നു ചിന്തിക്കാൻ മാത്രം വിവേകമുള്ള ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. അതെന്താ അങ്ങനെ ചോദിച്ചു? അവൻ അത്രയും കുഴപ്പക്കാരനാണോ? ഡെന്നീസിന്റെ കണ്ണുകൾ കുറുകി. ഉള്ളിൽ അമർഷം നുരയുന്നതിനൊപ്പം അവനെ കുറിച്ച് അറിയാനുള്ളതെല്ലാം ഇവരെ കൊണ്ട് തന്നെ പുറത്ത് ചാടിക്കുന്ന ഒരു ചിന്ത കൂടി അയാളിൽ നിറഞ്ഞു. എന്നാൽ ആ ചോദ്യത്തിന്റെ അർത്ഥമറിയാത്ത അവർ നടത്തിയ വീരസാഹസികതകൾ ആവേശത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്റെ മകൾ ഇത്രമാത്രം വലിയൊരു വിഡ്ഢിത്തമാണോ ചെയ്തു പോയതെന്നായിരുന്നു ഡെന്നീസിന്റെ മനസ്സിൽ. പ്രിയപ്പെട്ടവനെ കുറിച്ചുള്ള ഒന്നുപോലും വിട്ടുകളരുതെന്ന് വാശിയുള്ള പോലെ അവരെല്ലാം ഓർത്തുകൊണ്ട് എണ്ണി പറഞ്ഞു കൊടുത്തു. ഒരാൾ പറയാൻ മറക്കുന്ന മറ്റേയാൾ ഓർമ്മിപ്പിച്ചു. അങ്ങനെ അവർ സ്നേഹത്തോടെ പങ്കുവെച്ചതെല്ലാം അവന് നന്മ നിറഞ്ഞേൽക്കുന്ന അടിപിടികളുടെ കാര്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്നയാൾ വളരെ തെറ്റായി അടയാളപ്പെടുത്തി കഴിഞ്ഞിരുന്നു എന്നത് അവരാരും അറിഞ്ഞതുമില്ല. ഞങ്ങളുടെ ജയേട്ടന്റെ മോനെ സാറേ, അവൻ ഞങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും, വേണമെങ്കിൽ ചാവും. ഏതോ ഒരു തന്നെ ചങ്ക് തുളഞ്ഞായിരുന്ന അവനോടുള്ള സ്നേഹം. അപ്പോഴും അവരിൽ ഒരാൾക്ക് വേണ്ടി തന്നെയാണ് അവൻ അവിടെ എത്തിപ്പെട്ടതെന്ന് അവരയാളോ അറിഞ്ഞില്ല. ജയന്റെ കാര്യവും അയാളുടെ മരണത്തെക്കുറിച്ചുമെല്ലാം ഡെന്നീസ് സൂത്രത്തിൽ അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി. അയാളുടെ കൗശലം അവിടെ ആർക്കും മനസ്സിലായതുമില്ല. അവനിപ്പോ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. അപ്പോ പരിഹാസത്തോടെ ഡെന്നീസ് വിശ്വയുടെ നേരെ നോക്കി. അതെന്ത് വർത്താനാണ് സാർ, അവൻ ഞങ്ങളുടെ സ്വന്തമാണ്. ആ പറഞ്ഞ അവർക്കൊന്നും ഇഷ്ടമായിട്ടില്ലെന്നുള്ള ഡെന്നീസിന് അവരുടെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. ആ വീട്ടിൽ ആരുമില്ലെന്ന് ഞാൻ ചോദിച്ചത്. ഡെന്നീസ് വീണ് നേരെ വിരൽ ചൂണ്ടി. ഉണ്ടല്ലോ, കുസുമ ടീച്ചറുണ്ട്. പറയുന്നതിനൊപ്പം തന്നെ അവരിലൊരാൾ ടീച്ചറെ ഒന്നിങ്ങോട്ട് വന്നേ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് വീണ് നേരെ ചെന്നു. ടീച്ചർ? അവന്റെ അമ്മ ടീച്ചറാണോ? ഡെന്നീസ് അത്ഭുതത്തോടെ ചോദിച്ചു. ഈ ഒരു ചുറ്റുപാട് ഇവരെയും കണ്ടിട്ട് അങ്ങനെ സാധ്യയാൾക്ക് വെറുതെ തോന്നിയില്ല. എന്നിട്ടും ചോദിച്ചു. അതൊക്കെ വലിയ കഥയാ സാറേ എന്നൊരു തുടക്കത്തിലെ ജയനൊപ്പം കുസുമൗലി അങ്ങോട്ട് എത്തിപ്പെട്ട കഥ കൂടി അവരുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ ഡെന്നീസിന്റെ മുഖം വീണ്ടും വലിഞ്ഞു മുറുകി. അപ്പൊ തന്തയായിട്ട് തുടങ്ങി വെച്ച പരിപാടിയാ അത് മകനെ നിർത്തിക്കൊണ്ട് പോകുന്നു. കുടുംബത്തോടെ നാറികളാ, പരനാറികള്. ആർ കേൾക്കാതെയാണ് അയാൾ പിറുവിറുത്തത്. ഉറക്കിയത് പറയാൻ ഡെന്നീസിന് ധൈര്യം തോന്നാഞ്ഞും ആ മുന്നിൽ നിൽക്കുന്നവർ തന്നെയാണ്. ആർക്ക് വിശ്വയോടും അവന്റെ അച്ഛനോടുള്ള സ്നേഹം ഇപ്പോൾ അയാൾ നേരിട്ട് കാണുകയാണ്.
അങ്ങനെയുള്ള അവരോട് അവനെയും അവന്റെ അച്ഛനെയും കുറിച്ച് മോശമായി പറഞ്ഞാൽ അവരെടുത്തിട്ട് മേയും. താനും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇവരെ തെറ്റിദ്ധരിക്കാതെ തന്നെ പുറത്തു വേണം. എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്തായാലും അറിയേണ്ടത്. ഒന്നുപോലും ഇടാതെ അറിഞ്ഞു കഴിഞ്ഞല്ലോ. നോക്ക് ടീച്ചറെ, നമ്മളെ വിശ്വയുടെ മുതലാളിയാ. വീട്ടിലേക്ക് ടീച്ചറെ വിളിക്കാൻ കയറിപ്പോവനാണ് പറയുന്നത്. ഡെന്നീസ് നോക്കുമ്പോൾ കുസുമ വലിയ ഉമ്മറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. തനിക്ക് അടുത്ത് നിൽക്കുന്നവരെ പോലെ തന്നെ നിറം മങ്ങിയ ഒരു സാരിയാണ് അവരുടെയും വേഷം. പക്ഷെ അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഭാവമാണ് നോട്ടത്തിലെ രൂക്ഷത, പിന്നെ വൃത്തി. ഇത് രണ്ടും അവരെ കോളനിക്കാരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നുണ്ട്. മുന്നേ അവർ പറഞ്ഞു കൊടുത്ത ഒരു പ്രണയം അതേപ്പോൾ വീണ്ടും ഡെന്നീസിന് ഓർമ്മ വന്നു. ഏതോ നല്ല വീട്ടിൽ ജനിച്ചതാണെന്ന് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ മനസ്സിലാവുന്ന ഏതോ ഒരു പ്രത്യേകത അവരിലുണ്ട്. അങ്ങനെ നോക്കി നിൽക്കെ ആ സ്ഥാനത്തേക്ക് മിത്ര വന്ന് നിൽക്കുന്ന പോലെ ചിത്ര അയാൾക്കുള്ളിൽ തെളിഞ്ഞു. വെട്ടിവിറച്ചുകൊണ്ട് അയാൾ നെഞ്ചിൽ കൈവച്ചു. എന്റെ മോള്. ആ ഹൃദയം ഉറക്കെ അലറി വിളിക്കുകയാണ്. ഇങ്ങോട്ട് കയറി വാ സാറേ, ഇതാവന്റെ അമ്മ, ഞങ്ങളുടെ ടീച്ചർ. അങ്ങോട്ട് കയറി ചെന്നവൻ ഡെന്നീസിനെ വിളിച്ചു. ഇനി അങ്ങോട്ട് കയറി ചെല്ലാതെ അവിടുന്ന് ഓടിപ്പോവാനാണ് ഡെന്നീസിന് തോന്നിയത്. മിത്രയെ കാണാനും അവളെ നെഞ്ചിൽ ചേർത്ത് പിടിക്കാനും അയാൾക്കപ്പോൾ വല്ലാത്ത കൊതി തോന്നി. വാ സാറേ. വീണ്ടും അവരൊക്കെ വിളിക്കുന്നു. എന്തായാലും ഇവിടെ വരെയും വന്നല്ലേ, ഇനിയിപ്പോ ഇവരെ കൂടി കണ്ടിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കൂടി അറിയാലോ എന്ന ചിന്തയിലാണ് ഡെന്നീസ് സ്ലാബ് ചാടിക്കിടന്നുകൊണ്ട് ആ മുറ്റത്തേക്ക് കയറി ചെന്നത്. താനിപ്പോ നിന്നയിടം പോലെയില്ല. ആ വീട് മുറ്റം അത്യാവശ്യം നല്ല വൃത്തിയിലാണ്. ഇങ്ങോട്ടിരിക്കാം. യാതൊരു അരിവോ മൃദുലതയോ ഇല്ലാത്ത സ്വരത്തിൽ ഉമ്മർത്തി കിടക്കുന്ന ഒരു കസേരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് കുസുമ ഡെന്നീസിനോട് പറഞ്ഞു. പാനിന്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നയാൾ വീണ്ടും ആ മുഖത്തേക്ക് തന്നെ നോക്കി. ഇപ്രാവശ്യം കുറച്ചു മാറി കുസുമത്തിന്റെ നേരെ ബാക്കിൽ നിറമങ്ങിയൊരു ചുരിദാറും അതിനേക്കാൾ ശൂന്യം നിറഞ്ഞൊരു നോട്ടവുമായി മിത്ര നിൽക്കുന്നുണ്ട്. ഉമ്മറത്തേക്ക് കയറാൻ കാലുയർത്തുന്ന ഡെന്നീസ് വിറയിലോടെ കുസുമത്തെ തുറിച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നുപോയി. ആവേശത്തിന്റെ അലയൊടുങ്ങിക്കഴിഞ്ഞു. അതോടെ സ്വഭാവത്തിലേക്ക് തിരികെ വന്നവന്റെ ഉള്ളിലാണ് ആദ്യം ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു ആളൽ ഉയർന്നതും. ദൈവമേ എന്നൊരു വിളിയോടെ ചാടി എഴുന്നേൽക്കുമ്പോൾ അവനെ ഉയർത്ത് നനഞ്ഞു കുതിർന്ന അവന്റെ നെഞ്ചിൽ ആ മിടിപ്പും കാതോർത്തുകൊണ്ട് അവൻ ഇറുകെപ്പുണർന്നുകൊണ്ട് ഒരു ആലസ്യത്തിൽ കിടന്ന് അവൾ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു ചതി കൂടി താൻ അവളോട് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ചെയ്തു കഴിഞ്ഞു. എന്റെ ദൈവമേ, എന്തൊരു നിമിഷമായിരുന്നത്. തൊട്ടുമുന്നിൽ തന്നെ ഏറെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നവൾ തടയുമെന്ന് താൻ കരുതിയ പോലെ താനായിട്ട് തന്നെ പിന്മാറിപ്പോകുമെന്ന് അവളും കരുതി കാണുമോ? അവന്റെ ഹൃദയമിടിപ്പ് ആ നിമിഷങ്ങളെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് ഓർമ്മിപ്പിച്ചതും അവനൊന്നുകൂടി വെട്ടിവറച്ചു പോയി. വിശ്വ തനിക്ക് നേരെ നോക്കാതെ ഷർട്ട് പോലിയുടെ ആ മുഖം കുനിച്ചുകൊണ്ട് രണ്ട് കൈകൊണ്ട് മുഖം താങ്ങി പിടിക്കുന്നവനെ മിത്ര വിളിച്ചു നോക്കി. അവനൊന്നും മൂളുകയോ തിരികെയോ ചെയ്തില്ല. അതോടെ അവൾ എഴുന്നേറ്റുകൊണ്ട് അവന്റെ നഗ്നമായ പുറത്തേക്ക് ചാരിയിരുന്നു. വിശ്വ ആളൊന്നുകൂടി വിളിക്കുമ്പോൾ ഒരു ദീർഘനിശ്വാസത്തിനൊപ്പം അവനൊന്ന് തിരിയാൻ ശ്രമിച്ചു. തന്നിലേക്ക് ചാഞ്ഞു കിടക്കുന്നവളുടെ ശരീരത്തിലെ ചൂട് പതിയെ അവനിലേക്കും വ്യാപിച്ചു തുടങ്ങി. വിളിച്ചെങ്കിലും പിന്നെയൊന്നും മിണ്ടാതെ തന്നിലേക്ക് പതുങ്ങിക്കൂടിയിരിക്കുന്നവൾ അവനെ നെഞ്ചുലഞ്ഞു പോയി. മിത്ര പതിയൊന്നും തിരിഞ്ഞിട്ട് ആള് വലിച്ചു തന്നെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ കണ്ണു നിറച്ചു. എന്താടാ? അവന് ആ ഭാവം കണ്ടിട്ട് അവൾ ചിരിയോടെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. റിയലി സോറി, ഞാൻ പറ്റിപ്പോയത് എൻ്റെ പെണ്ണെ. ഞാൻ ഇങ്ങനെയൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ആത്മാർത്ഥമായൊരു ക്ഷമാപണം. എനിക്കറിയാം. ആൾ ചിരിയോടെ പറഞ്ഞിട്ട് വിശ്വയുടെ കനൽ പോലെ പൊള്ളിയിരുന്ന ഉള്ളം അല്പം പോലും തണുത്തില്ല. നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോടാ, പിന്നെ എന്തിനാ ഇത്രയും സങ്കടം? ഞാൻ നീ ഒരുപോലെ ആസ്വദിച്ചിട്ട് പിന്നെ എങ്ങനെ ഞാൻ മാത്രം നിന്നെ കുറ്റം പറയും? അതെങ്ങനെ നിന്റെ മാത്രം തെറ്റാവും? അതങ്ങ് സംഭവിച്ചു പോയതാടി, സത്യം. വിശ്വ അവളുടെ നെറ്റിയിൽ ചുണ്ടി ചേർത്തുകൊണ്ട് വീണ്ടും പറഞ്ഞു. എനിക്കറിയാടാ, നമ്മുടെ മനസ്സുകൾ മാത്രമായിരുന്നു പ്രണയം അറിഞ്ഞത്. ഇപ്പോഴത് ശരീരം കൂടി അറിഞ്ഞു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ കരുതിയുള്ളൂ. അവന്റെ ആ മുഖം കണ്ടിട്ട് ആൾക്കും വല്ലായ്മയുണ്ട്. വിട്ടേക്ക് വിശ്വ, അറിഞ്ഞുകൊണ്ട് നീ എന്നെ ചതിക്കില്ലെന്ന് എനിക്കറിയാലോ. നിന്റെ സ്നേഹമായിരുന്നു എനിക്കത്. ഞാനതിൽ ഓക്കെയാണ് 100 വട്ടം. പറഞ്ഞൊടുവിൽ സ്വകാര്യം പോലെ ശബ്ദം കുറച്ച് നാണത്തിന്റെ ചുവപ്പ് മുഖത്ത് പടത്തിക്കൊണ്ട് പറയുന്നവളെ ആ ഒരു നെഞ്ചിലേക്ക് വരിഞ്ഞു മുറുകി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെറുകയിൽ ഉമ്മവച്ചു. താൻ കരയുന്ന അവൾ കാണരുതെന്നുള്ള വാശി കൊണ്ടൊന്നും മാത്രമായിരുന്നു. കാരണം അവൾ ആ പറഞ്ഞിർത്തിയ വാക്കുകൾ, ആ വിശ്വാസം, താൻ അവളെ ചതിക്കില്ലെന്നുള്ള വിശ്വാസം, അതായിരുന്നു അവനേറെ വേദന നൽകിയത്. താൻ അവളെ ചതിക്കാൻ വേണ്ടി വന്നവനാണ്. അതും അറിയാതെ ചതിച്ചു പോയതല്ല. കരുതി കൂടി ചതിക്കാൻ വേണ്ടിയെന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് ആ ചതിക്ക് പ്രതിഫലവും വാങ്ങി വന്നവൻ. അങ്ങനെ ആ ചതിയിലൂടെ തന്നെ അവളുടെ മനസ്സിൽ കയറിപ്പറ്റി പ്രണയത്തിന്റെയും ഹൃദയത്തിന്റെയും അവകാശിയായി. കുറച്ചു മുന്നേ അവളുടെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ആദ്യം ചെയ്തു പോയ ചതിയേക്കാൾ ക്രൂരം നിറഞ്ഞെന്ന തന്റെ മറ്റൊരു ചതി. അറിഞ്ഞുകൊണ്ടെന്നല്ലെന്നൊക്കെ ന്യായം പറഞ്ഞാലും തനിക്ക് അവൾ എന്താണെന്നും താൻ അവളിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നുവെന്നും താൻ ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഒരാളുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായി സംഭവിക്കേണ്ടുന്ന ഒന്ന്
ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കരുതി കൂട്ടിയല്ല താനെ ചെയ്തെങ്കിലും ഇനിയൊരു കാലവും തനിക്ക് സ്വസ്ഥത തരാത്ത ഒന്നാവുകയാവും ഇവിടെ ഇപ്പൊ കഴിഞ്ഞുപോയ ഈ നിമിഷവും. അവനവളെ എത്ര ഉപയോഗിച്ചിട്ടും മതിയാവുന്നില്ല. പിന്നെ എപ്പോഴോ സമയത്തെക്കുറിച്ച് ഓർമ്മ വന്നു. എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള ബോധം വന്നു. വാച്ചിലേക്ക് നോക്കുമ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞു പോയിരുന്നു. മിത്ര ഡി യാതൊരു മടിയുമില്ലാതെ ചെറിയൊരു പുതപ്പ് മൂടി തന്നെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്നവളെ അവനൊന്ന് വിളിച്ചു നോക്കി. സമയം 4 കഴിഞ്ഞു, നമുക്ക് പോണ്ടേടി. അവനത് ചോദിക്കുമ്പോൾ മനസ്സില്ലാത്ത അവൾ എഴുന്നേറ്റുകൊണ്ട് അവനെ നോക്കി. കണ്ണും മുഖവും എല്ലാം ചുവന്ന് വിങ്ങി. ചുണ്ടിൽ തന്നെ സ്നേഹത്തിന്റെ അവശേഷിപ്പും പേറി തന്നെ നോക്കുന്നവൾ. അവന് വീണ്ടും ഒരു വല്ലായ്മ തോന്നി. പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് പോണ്ടേ. അവൻ ആ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്നെ വിട്ടാലല്ലേ വിശ്വ, എനിക്കിറങ്ങി പോവാനൊക്കൂ. അവളത് പറയുമ്പോഴാണ് താൻ ഇപ്പോഴും അവളെ മുറുകെ പിടിച്ചിരിപ്പാണെന്ന് അവന് മനസ്സിലായത്. അവൾ ആ പുതപ്പും വാരി പിടിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റു. പക്ഷേ വേദന കൊണ്ടെന്ന പോലെ അവൾ അവന്റെ മടിയിലേക്ക് തന്നെ വീണുപോയോ. എന്തേ വയ്യടി? അതോടെ അവന്റെ വെപ്രാളം കൂടി. സാരമില്ല. അവനെ കൂടുതൽ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവൾ അങ്ങനെയാണ് പറഞ്ഞത്. നീ ഒന്ന് പിടിക്കോ? മിത്ര അവന് നേരെ കൈനീട്ടി കാണിച്ചു. വിശ്വ പിടിക്കുന്നതിന് പകരം ആള് വാരിക്കോരിയെടുത്തുകൊണ്ട് ആ ബാത്റൂമിന് നേരെ നടന്നു. ആള് എതിർപ്പ് പറഞ്ഞില്ല. പകരം അവന്റെ നെഞ്ചിലൊരു ഉമ്മ കൊടുത്തു. അകത്ത് ചെന്നിട്ട് താഴെ നിർത്തുമ്പോഴും അവളിലെ മാറ്റം അവനറിയാൻ കഴിയുന്നുണ്ട്. പോകും വഴി നമുക്കൊരു ഡോക്ടറെ കാണാം. ആള് നോക്കാതെ മുഖം കുനിച്ചുകൊണ്ട് പറയുമ്പോൾ അവന് കടുത്ത കുറ്റബോധമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഒന്നുമില്ലടാ, ഇതിപ്പോ കുളിച്ചാൽ മാറും. നീ വെറുതെ സങ്കടപ്പെടുന്ന കാണുമ്പോഴാ എനിക്ക് നമ്മളെന്തോ തെറ്റിയതുപോലെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വേണ്ടടാ, നമ്മൾ സ്നേഹിച്ചല്ലേ, സ്നേഹം പങ്കുവച്ചല്ലേ, അങ്ങനെ കരുതിയാൽ മതി. അവന്റെ കഴുത്തിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവൾ വീണ്ടും അവനിലേക്ക് ചാരി. അവളുടെ ഇടുപ്പിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവൻ ചുമരിലേക്കും. അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മിത്ര പറയുന്ന ഓരോ വാക്കും വിശക്ക് പുതിയ ഓരോ മുറിവുകൾ സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. അതവൾ അറിയുന്നില്ല. നെഞ്ചിലൊരു ഇത്തിരി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ച് കളയില്ലെന്നും എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് കഴിഞ്ഞു പോയത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരുന്നു എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. നിനക്കും അങ്ങനെ മതി കേട്ടോ. കുറുമ്പോടെ അവൾ അവന്റെ താഴി പിടിച്ച് വലിച്ചു. ഒന്ന് മൂളാൻ കൂടി കഴിയാത്ത അവളുടെ വിശ്വാസത്തെ അറിഞ്ഞുകൊണ്ട് നിൽക്കുന്നവൻ. നമുക്ക് ഒരുമിച്ച് കുളിച്ചാലോടാ? ചോദിക്കുന്നതിനൊപ്പം തന്നെ ഉത്തരം വരും മുമ്പ് കൈനീട്ടി മിത്ര ഷവർ തുറന്നു. വിശ്വയുടെ കൈകൾ അവളെ ഒന്ന് മുറുക്കി. കണ്ണടച്ചുകൊണ്ട് അവനെ ഉള്ളം തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവനെയും ചുറ്റി പിടിച്ചുകൊണ്ട് ആ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് മിത്രയും തണുപ്പിലേക്ക് അലിഞ്ഞു ചേർന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.